വിവാദമായ പൗരത്വ നിയമ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയരുന്നു. അസമിൽ ഹർത്താൽ പ്രഖ്യാപിച്ച പ്രതിഷേധക്കാർ CAA പകർപ്പുകൾ കത്തിച്ചു. അസം യുണൈറ്റഡ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്ത് ഹർത്താൽ നടക്കുന്നത്. അസം സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടിയും നിരാഹാര സമരവും നടക്കുന്നുണ്ട്. അസം പരിഷത്ത് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പലയിടത്തും പ്രതിഷേധം കനക്കുകയാണ്. എന്നാൽ CAAക്കെതിരെ നിയമ പോരാട്ടത്തിന് ഇറങ്ങുമെന്ന് DYFIയും വ്യക്തമാക്കി. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ DYFI സുപ്രീം കോടതിയെ സമീപിക്കും. നിയമ വിദഗ്ധരുടെ സഹായം തേടിയെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം അറിയിച്ചു. നിയമം പ്രാബല്യത്തിലാക്കിയത് ഭരണഘടനാ തത്വങ്ങളോടുള്ള വെല്ലുവിളിയാണ്. പൗരത്വത്തിന് മതം മാനദണ്ഡമാകുന്നത് മതനിരപേക്ഷതയെ തകർക്കും. രാജ്യത്തെ വംശീയ റിപ്പബ്ലിക്കിലേക്ക് തള്ളിവിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. DYFI ശക്തമായ പ്രതിഷേധം ഉന്നയിക്കും. RSSനെ എതിർക്കാൻ കോൺഗ്രസ് തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. CAA ചട്ടം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യും. അഭിഭാഷകൻ ഹാരിസ് ബീരാനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിലവിലുള്ള കേസിലെ പ്രധാന ഹർജിക്കാരാണ് ലീഗ്. അതേസമയം തിരഞ്ഞെടുപ്പ് ഈ ആഴ്ച പ്രഖ്യാപിക്കാനിരിക്കെയാണ് പൗരത്വ നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. 2019 പ്രതിഷേധങ്ങൾക്ക് ശേഷം മരവിപ്പിച്ച പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള തീരുമാനം ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് അറിയിച്ചത്. ജാതിമത ഭേദമന്യേ ഇന്ത്യൻ പൗരരുടെ പൗരത്വം എടുത്തുകളയുന്ന എന്നാൽ ധാരാളം തെറ്റിദ്ധാരണകൾ പ്രചരിക്കപ്പെടുന്നുണ്ടെന്നും പൗരത്വ നിയമത്തിലെ ഭേദഗതി ചട്ടങ്ങൾ പുറത്തിറക്കി ആഭ്യന്തര മന്ത്രാലയം വിശദീകരിച്ചു. ദശാബ്ദങ്ങളായി പീഡനമനുഭവിക്കുന്ന അഭയാർത്ഥികൾക്ക് മാന്യമായ ജീവിതം ഉറപ്പുവരുത്തുന്നതാണ് നിയമം. 3 രാജ്യങ്ങളിലെ 6 ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ പൗരത്വത്തിനും പുനരധിവാസത്തിനുമുണ്ടായിരുന്ന നിയമ തടസ്സങ്ങൾ ഇല്ലാതാക്കാനാണ് ഇത്. അവരുടെ സാംസ്കാരികവും ഭാഷാപരവും സാമൂഹികവുമായ അസ്തിത്വത്തെ സംരക്ഷിക്കാൻ ഇത് ഉപകരിക്കുമെന്നും സാമ്പത്തിക വാണിജ്യ അവകാശങ്ങൾ, സ്വതന്ത്ര സഞ്ചാരം, സ്വത്തവകാശം എന്നിവ ഉറപ്പാക്കുന്നതാണ് നിയമമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഭരണഘടനയുടെ 6ാം പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട അസമിലെ കർബി ആംഗ്ലോങ്, മേഘാലയയിലെ ഗരോ ഹിൽസ്, മിസോറാമിലെ ചക്മ ജില്ല, ത്രിപുരയിലെ ആദിവാസി ജില്ലകൾ എന്നിവയ്ക്ക് നിയമത്തിൽ ഇളവുണ്ട്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.